എന്താണ് ഏകലവ്യയുടെ ത്യാഗം? ഒരു കാടിന്റെ ശാന്തമായ ആഴത്തിൽ ഏകലവ്യ എന്ന ആദിവാസി യുവാവ് ജീവിച്ചിരുന്നു. അവന്റെ ഹൃദയം ഒരു ഏക സ്വപ്നത്താൽ ജ്വലിച്ചു. ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ അമ്പെയ്ത്ത്. അവൻ ഒരു എളിയ പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നതെങ്കിലും അവന്റെ ആഗ്രഹങ്ങൾ ആകാശം പോലെ വിശാലമായിരുന്നു. തന്റെ അഭിനിവേശം പിന്തുടരാൻ തീരുമാനിച്ച ഏകലവ്യൻ പ്രശസ്ത ഗുരുവായ പാണ്ഡവരുടെയും കൗരവരുടെയും രാജകീയ ആചാര്യനായ ദ്രോണാചാര്യനെ സമീപിച്ചു. പക്ഷേ വിധി അവനെ ക്രൂരമായി പ്രഹരിച്ചു. ദ്രോണാചാര്യൻ സാമൂഹിക മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഏകലവ്യനെ തന്റെ വിദ്യാർത്ഥിയായി അംഗീകരിക്കാൻ വിസമ്മതിച്ചു. താഴ്ന്ന ജാതി കാരണം അവനെ പുറത്താക്കി. എന്നിട്ടും തിരസ്കരണം ഏകലവ്യന്റെ ആത്മാവിനെ തകർത്തില്ല. അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെ അദ്ദേഹം കാട്ടിലേക്ക് മടങ്ങിയെത്തി ദ്രോണാചാര്യരുടെ ഒരു കളിമൺ പ്രതിമ ഉണ്ടാക്കി. അവന്റെ ഹൃദയത്തിൽ പ്രതിമയായിരുന്നു അവന്റെ ഗുരു. രാവും പകലും അദ്ദേഹം അശ്രാന്ത പരിശീലനം നടത്തി സാങ്കല്പിക മാർഗനിർദ്ദേശത്തിന് കീഴിൽ തന്റെ കഴിവുകൾ പരിപൂർണമാക്കി. വർഷങ്ങൾ കടന്നുപോയി. ഏകലവ്യന്റെ ഭക്തി ഫലം കണ്ടു. പാണ്ഡവരിൽ ഏറ്റവും മികച്ച വില്ലാളി വീരനായ അർജുനൻ ഉൾപ്പെടെ ദ്രോണാചാര്യരുടെ രാജകീയ വിദ്യാർത്ഥികളെപ്പോലും മറികടന്ന് അദ്ദേഹത്തിന്റെ കഴിവുകൾ സമാനതകളില്ലാത്തതായി മാറി. അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം പ്രകടമായിരുന്നു. താമസിയാതെ അദ്ദേഹത്തിന്റെ പ്രശസ്തി അദ്ദേഹത്തിന്റെ മുൻ വിഗ്രഹത്തിന്റെ ചെവികളിൽ എത്തി. ഒരു ദിവസം ദ്രോണാചാര്യൻ ഏകലവ്യനെ വനത്തിൽ കണ്ടുമുട്ടി. ബാലന്റെ അസാമാന്യ വൈദഗ്ധ്യത്തിൽ അമ്പരന്നുപോയ ഗുരു അർജുനനെ ഏറ്റവും വലിയ വില്ലാളി ആക്കുമെന്ന തന്റെ വാഗ്ദാനത്തിന് ഭീഷണിയായി. അർജുനന്റെ ആധിപത്യം ഉറപ്പിക്കാൻ ദ്രോണാചാര്യൻ ഏകലവ്യനോട് ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടു. ഒരു വില്ലാളി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സത്ത തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു ഫീസ്. മടിയോ നീരസമോ കൂടാതെ ഏകലവ്യൻ തന്റെ ബ്ലേഡ് വലിച്ച് വലത് തള്ളവിരൽ മുറിച്ചുമാറ്റി. അത് വിനയത്തോടും ബഹുമാനത്തോടും കൂടി ദ്രോണാചാര്യർക്ക് സമർപ്പിച്ചു. ആത്യന്തികമായ ത്യാഗത്തിന്റെ ഈ പ്രവൃത്തി അവന്റെ ഭക്തിയെ അനശ്വരമാക്കി. അത് അവന്റെ സ്വപ്നത്തെ നഷ്ടപ്പെടുത്തിയെങ്കിലും ഏകലവ്യയുടെ കഥ നിസ്വാർത്ഥമായ സമർപ്പണത്തിന്റെയും അഗാധമായ അനീതിയുടെയും ഒന്നാണ്. അവന്റെ ഭക്തി ഒരാളുടെ അധ്യാപകനോടുള്ള അചഞ്ചലമായ ബഹുമാനത്തിന്റെ പ്രതീകമായി തുടരുമ്പോൾ അത് സാമൂഹിക ശ്രേണികളാൽ ബന്ധിതമായ ഒരു ലോകത്ത് നീതിയെക്കുറിച്ചും അഭിലാഷത്തിന്റെ വിലയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നു.